ഏതായാലും ഇന്ന് അനുമോൾക്ക് അങ്ങനെ പ്രതീക്ഷിച്ചത്ര വലിയ കങ്കേമമായിട്ടുള്ള വഴക്കുകളൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലേട്ടൻ ഒരു പരിഗണന നമ്മുടെ അനുമോളോട് കാണിക്കും. എല്ലാവരും ഒറ്റപ്പെടുത്തി, ഇനി ബിഗ് ബോസും കൂടെ ഒറ്റപ്പെടുത്തി എന്നുള്ളൊരു പരാതി പറയണ്ട എന്ന് കരുതിയിട്ടായിരിക്കും കേട്ടോ. കുറച്ച് ഫണ്ണായിട്ടാണ് അനുമോളുടെ പ്രശ്നത്തെ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അത് മാത്രമല്ല, അനുമോളോടൊപ്പം എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു സീരിയസ് ആയിട്ട് ചോദിക്കേണ്ട ചോദ്യമാണ്, എങ്കിലും ഫണ്ണാക്കി ചോദിക്കുകയാണ്. എന്താ അനുമോളെ, അനുമോളുടെ പ്രശ്നം എന്നുള്ളൊരു രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ അനുമോള് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു പോയിന്റ് ഉണ്ട്. ഈ ആര്യന് ക്യാപ്റ്റൻ ആകാനൊന്നും അല്ല, ഇമ്മ്യൂണിറ്റി കിട്ടി അവിടെ പിടിച്ചു നിൽക്കാനാണ് എന്ന്. ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കുകയെ, അവിടെ നിൽക്കുന്ന എല്ലാവരും അത്തരത്തിലല്ലേ ചിന്തിക്കുന്നത് തന്നെ അങ്ങനെ ആകണം എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. നമ്മൾ അവിടെ പിടിച്ചു നിൽക്കാനാണ് നോക്കുന്നത്. അത് ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടോ വോട്ട് കിട്ടിയിട്ടോ എങ്ങനെയെങ്കിലും അതിൽ ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ സേഫ് ആയിട്ടാണ് കളിക്കുന്നതെങ്കിൽ പ്രേക്ഷകരെ ഇത് സേഫ് ഗെയിം ആണ്, നിങ്ങൾ വോട്ട് കൊടുക്കരുത്, അവരെ ഔട്ടാക്കൂ എന്നാണ് പറയേണ്ടത്. അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടാണ് കളിക്കുന്നതെങ്കിൽ ഇത് അൺഫെയർ സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ ഇതൊരു വൃത്തികെട്ട സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വോട്ട് കൊടുക്കരുത്, ഔട്ടാക്കൂ. അതുകൊണ്ടാണ് ഈ അനുമോളെ ഹെയ്റ്റ് ചെയ്യുന്നവരോട് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, അനുമോള് എന്ത് സ്ട്രാറ്റജി എടുക്കും. ഇപ്പൊ റിയൽ ആയിട്ട് നിന്നാലും ചിലർക്ക് രക്ഷപ്പെടാൻ പറ്റും. അനുമോൾ എടുക്കുന്നത് സ്ട്രാറ്റജി അല്ല, എങ്ങനെയെങ്കിലും ഒന്ന് റിയൽ ആയിട്ട് നിൽക്കുക. ആദ്യം തൊട്ടേ പുള്ളിക്കാര് റിയൽ ആണ്. കുറച്ചധികം കളിച്ചും ചിരിച്ചും നിൽക്കാന്ന് കരുതി വന്നതാണെങ്കിലും ഈ കളിയും ചിരിയൊന്നും അവിടെ നടക്കുന്നില്ല എന്നുള്ളത് ആൾക്ക് മനസ്സിലായി. പിന്നെ ആദിലയും നൂറയുമായിട്ടൊക്കെ ഒന്ന് കുറച്ച് ഫണ്ണാക്കി വന്നപ്പോഴത്തേക്കും ആദിലയുടെയും നൂറയുടെയും സ്ട്രാറ്റജി കുറച്ചൊന്ന് മാറ്റി, അപ്പോഴത്തേക്കും അനുമോള് പെട്ടുപോയി. അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്, അനുമോളെ എന്താണ് പ്രശ്നം? ഇത് കഴിഞ്ഞിട്ട് ബാക്കി 9 പേരോടും, അതായത് അനുമോൾ വേഴ്സസ് ബാക്കി 9 പേരാണല്ലോ ഇപ്പൊ ബിഗ് ബോസിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അനുമോളോട് ചോദിച്ചിട്ട് അനുമോളെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ബാക്കി 9 പേരോട് ചോദിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും ഓരോരുത്തർക്കും അനുമോളെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണ് എന്ന്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജയിൽ നോമിനേഷന്റെ ടൈമിൽ നമ്മൾ കണ്ടതാണ്. അനുമോളെ കുറിച്ച് ഓരോരുത്തർക്കും പറയാനുള്ള ചെറുപയറിന്റെ കാര്യം, ചായയുടെ കാര്യം, അങ്ങനെ തുടങ്ങി ഈവൻ ആ അക്ബറിന്റെ വിഷയം വലിയ ഒരു വെറും വൃത്തികെട്ട ഒരു വിഷയത്തിലേക്ക് വരെ അനുമോളുടെ വിഷയം പോകുന്നുണ്ട്. അപ്പോൾ അനീഷിനെ വിളിച്ച് അനീഷിനോട് ചോദിക്കുമ്പോഴത്തേക്കും അനീഷ് പറയുന്ന ഡയലോഗ് എന്ന് പറയുന്നത്, അനുമോള് പറയുന്നത് ചിലപ്പോൾ എനിക്ക് പോലും മനസ്സിലാകാറില്ല. അല്ല, ഈ അനീഷ് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകാറുണ്ടോ? അനീഷ് ചില സമയത്ത് ഒരുമാതിരി പിണങ്ങി നടക്കുന്ന, ആ ഷാനവാസിന്റെ അടുത്ത് പിണങ്ങി നടക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ കാണുമ്പോൾ ഒരു പക്വതയില്ലാതെ ഇത്രയും വയസ്സായി, കുറച്ചെങ്കിലും ബോധം കാണിച്ചൂടെ എന്ന് തോന്നും. അതുകൊണ്ട് അനീഷിനകത്തൊന്നും പറയേണ്ട കാര്യമില്ല. ഏതായാലും ശരി, അനുമോള് പറയുന്നതൊന്നും അനീഷിന് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആര്യനും ഇതേപോലെ അഭിപ്രായം പറയുന്നുണ്ട്. നൂറയെ അവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നൂറയും ആദിലയും അവരുടേതായ ഒരു കുറച്ച് വ്യൂ പോയിന്റ്സ് പറയാൻ സാധ്യതയുണ്ട്. പിന്നെ ഇന്നലെ രാത്രി വളരെ ലേറ്റായി തന്നെയാണെങ്കിലും ആദിലയും നൂറയും ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ അനുമോളുമായിട്ട് എല്ലാം പറഞ്ഞ് സെറ്റാക്കി പാച്ചപ്പ് ആയിട്ടുണ്ട്. എൻ്റെ അനുമോൾ ഫാൻസ് അസോസിയേഷൻസ്, ഞാൻ അങ്ങനെ തന്നെ പറയാം. കാരണം എൻ്റെ കമന്റ്സിൽ എനിക്ക് കിട്ടുന്നത് ഞാൻ എന്തോ അനുമോൾ PR ആണെന്നാണല്ലോ. അപ്പൊ ഞാനും അതിനകത്ത് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ആദില നൂറ അവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അല്ല ആദില നൂറ വിത്ത് അനുമോൾ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്ന് കണ്ടിട്ട് വീണ്ടും കണ്ടോ, ഇത്രയേ ഉള്ളൂ, അവരുടെ പിണക്കമൊക്കെ മാറി അവർ കൂട്ടുകൂടി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ, ലാലേട്ടൻ വരുമ്പോഴത്തേക്കും ലാലേട്ടൻ പറഞ്ഞ് അത് ഓക്കെ ആക്കുന്നതിന് മുന്നേ തന്നെ ഇവരങ്ങ് സെറ്റായതാണ്. അതിപ്പോ അനുമോൾക്കും താല്പര്യമുണ്ട് ആദിലയെടുത്തും നൂറയെടുത്തും കൂട്ടുകൂടണമെന്ന്, അവർക്കും അതേ താല്പര്യമുണ്ട്. അതൊരിക്കലും സൗഹൃദത്തിന്റെ പേരിലല്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അനുമോൾക്ക് അതേ സൗഹൃദം എന്തെങ്കിലും അവിടെ കിടപ്പുണ്ടായിരിക്കും. പക്ഷെ ആദിലയ്ക്കും നൂറയ്ക്കും അങ്ങനെ ഒരു സൗഹൃദം അനുമോളോടുണ്ടെന്ന് തെറ്റിദ്ധരിക്കുകയേ വേണ്ട. അവർക്ക് അവരുടെ കണ്ണിങ് ആയിട്ട് കളിക്കാൻ അറിയാം. ആദിലയും നൂറയൊക്കെ നന്നായിട്ട് സ്ട്രാറ്റജി കളിച്ച് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ് കളിച്ചു വരുന്നത്. തുടക്കം അവർ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയ സമയത്ത് നൂറ എന്തുവായിരുന്നു എന്ന് പറയരുത്. ഇപ്പോൾ നൂറ എന്താണ് എന്നാണ് പറയേണ്ടത്. അപ്പൊ നൂറയും ആദിലയും ഇപ്പൊ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അവർക്കിപ്പോ സ്ട്രാറ്റജി ഉണ്ട്. അവരുടെ സ്ട്രാറ്റജിയും പ്ലേറ്റും എല്ലാം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാൻ പറ്റുന്നുണ്ട്. പക്ഷെ അനുമോൾക്ക് അതിനുള്ളൊരു കഴിവില്ല എന്ന് തന്നെ പറയാൻ പറ്റൂ. അതിപ്പോ വേണമെങ്കിൽ പറയാം കുറച്ച് ഇന്നസെന്റ് ആയിപ്പോയി, പാപമായി പോയി എന്നൊക്കെ പറയാം. പക്ഷെ ബിഗ് ബോസിൽ ഇതൊന്നും നടപ്പില്ല. അപ്പോൾ ഏതായാലും ശരി, ഇന്നത്തെ പ്രൊമോ അനുമോൾക്ക് കുറച്ച് ഫണ്ണാണ്, അനുമോൾ കുറച്ച് ഹൈലൈറ്റ് ആണ്. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം.
ഇന്ന് ഇത് മാത്രമല്ല, കുറച്ചധികം കോടതി ടാസ്ക് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ അക്ബറിന്റെ പാവ ഒളിപ്പിച്ചതായിരിക്കാം കേസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതൊക്കെ വഴിയേ കണ്ടുപഠിക്കാം, കണ്ടറിയാം അല്ലേ. അപ്പോൾ നിങ്ങൾ സീരിയൽ കാണുമ്പോൾ ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.